1201 ആണ്ട് മീനമാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ വിവരിക്കുന്നത്. അത് മേടക്കൂറിൽ ജനിച്ച ആൾക്കാരുടെ ഒരു മാസത്തെ ഫലങ്ങളാണ്. അതായത് അശ്വതി നക്ഷത്രം, ഭരണി നക്ഷത്രം, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗവും ചേർന്നതാണ് മേടക്കൂർ എന്ന് പറയുന്നത്. ഭൂമി വ്യാപാരം, അതായത് റിയൽ എസ്റ്റേറ്റ് ഉണരുവാൻ പോവുകയാണ്. വളരെയധികം വേണമെങ്കിൽ കുറേ വർഷങ്ങളുണ്ടെന്ന് പറയാം. ഇത് വളരെ മന്ദിച്ചു കിടന്നിരുന്ന ഒരു ബിസിനസ്സാണ്. അത് അല്പമായി ഉണരാൻ പോകുന്നു. അത് വളരെ വേഗത്തിലല്ല, വളരെ സാവധാനത്തിൽ ഉണരാൻ പോകുന്നു. അതുപോലെ തന്നെ വ്യാപാരമൊക്കെ ക്രമേണ നടന്നു തുടങ്ങാനായിട്ടൊരു ഇത് കാണുന്നുണ്ട്. അതുപോലെ പണവുമായിട്ടുള്ള ബിസിനസ്, അതായത് എല്ലാ ബിസിനസ്സിനും പണം വേണം. ഞാൻ ഉദ്ദേശിച്ചത് പണം, ഇത് ബാങ്കർ, പിന്നെ ഫൈനാൻസ് കമ്പനിയൊക്കെ നടത്തുന്ന ആൾക്കാർക്ക് വളരെയധികം നല്ലൊരു സമയമാണിത്. ധാരാളം അവർക്ക് ലാഭം ഉണ്ടാകാം. അതിൻ്റെ ഉണർവ് തന്നെയാണ് റിയൽ എസ്റ്റേറ്റിലും വന്നിരിക്കുന്നത്. ഔഷധ നിർമ്മാണം അല്ലെങ്കിൽ ഔഷധ വിതരണം നടത്തുന്നവർക്ക് വളരെയധികം ലാഭമുള്ള ഒരു സമയമാണ്. ധാരാളം സമ്പാദിക്കാൻ സാധിക്കും. അതുപോലെ ഇരുമ്പ് ഉരുക്ക് വ്യവസായികൾക്കും നല്ല ലാഭം കിട്ടാം. അതും റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധം വരുന്നതാണ്. വീടുകൾ വയ്ക്കാനും അതിനൊക്കെ ആയിട്ട് ധാരാളം ഇരുമ്പ് ഉരുക്കൊക്കെ ചിലവാകാം. അതുപോലെ ജ്വല്ലറികളിൽ സ്വർണം, വെള്ളി മുതലായ ലോഹങ്ങൾ പിന്നെ ആഭരണങ്ങൾ നിർമ്മിക്കുന്നവർക്കും വ്യാപാരികൾക്കെല്ലാം വളരെ ലാഭമുള്ളൊരു സമയമാണ്. അതുപോലെ മരാമത്ത് പണികൾ ചെയ്യുന്നവർക്ക് വളരെയധികം ലാഭമുള്ളതാണ്. ഇത് 12 രാശിക്കാർക്കും ഉള്ള ഫലങ്ങളാണ്. ഈ പറഞ്ഞ തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വളരെയധികം, ഞാൻ മേൽപ്പറഞ്ഞ തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വളരെയധികം ഗുണങ്ങൾ ലഭിക്കുന്നു. പുതുതായി ഈ തൊഴിൽ ആരംഭിക്കാൻ പോകുന്നവർക്ക് ഗുണങ്ങൾ ലഭിക്കുന്നത് അത്ര ധാരാളം ലഭിക്കുന്നില്ല, അല്പം മാത്രമേ ലഭിക്കൂ. നിലവിലുള്ളവർക്ക് വേറെ ബ്രാഞ്ചുകൾ, അവരുടെ ഓഫീസുകളൊക്കെ, കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഓഫീസുകളൊക്കെ തുറക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നതാണ്. അതുപോലെ ബാങ്കിൻ്റെ ഈ ഫൈനാൻസ് കമ്പനിയുടെ ഓഫീസ് തുറക്കാം. അതുകൂടാണ്ട് തന്നെ ജ്വല്ലറി പുതിയത് തുടങ്ങുന്നതിനും കുഴപ്പമില്ല. ഇനി പറയുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഇതിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. അതായത് ജാതകത്തിൽ ജനിച്ചപ്പോൾ താഴെ പറയുന്ന യോഗങ്ങളോ ഗ്രഹസ്ഥാനങ്ങളോ ഭാവാധിപ സ്ഥാനങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇലക്ഷന് ജയിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ജയിക്കാൻ സാധിക്കും. അത് ആദിയോഗം, നീചഭംഗ രാജയോഗം, പഞ്ചപുരുഷ മഹായോഗം, മഹാപരിവർത്തന യോഗം, ഭരണസാരഥ്യ യോഗം, ഇത്രയും യോഗം ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഇലക്ഷനിൽ വളരെ എളുപ്പത്തിൽ ജയിക്കാൻ സാധിക്കും. അതുപോലെ ശനീശ്വരൻ തുലാം, കുംഭം, മീനം എന്നീ രാശികളിൽ നിൽക്കുമ്പോഴും ഇലക്ഷന് ജയിക്കാൻ സാധിക്കും. ഗുരു ധനുരാശിയിലോ ഗുരുവും ശനീശ്വരനും കൂടി നിന്നാലോ ജയിക്കാൻ സാധിക്കും. രാഹു 9 ഭാവത്തിൽ നിന്നാലും ഇലക്ഷനിൽ ജയിക്കാൻ സാധിക്കും. സൂര്യൻ 3, 13 എന്നീ ഭാവത്തിലോ ചന്ദ്രൻ 11-ലോ രാഹു 9-ലോ നിന്നാൽ അത് ഗുണമുള്ള രാശിയാണെങ്കിൽ തിരഞ്ഞെടുപ്പിൽ ജയിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പിന്നെ 1-ാം ഭാവാധിപൻ 4-ാം ഭാവത്തിൽ നിന്നാലോ 9-ാം ഭാവാധിപൻ 1-ാം ഭാവാധിപൻ 4-ൽ നിന്നാലോ 9-ാം ഭാവാധിപൻ 4-ൽ നിന്നാലോ 9-ാം ഭാവാധിപൻ 10-ൽ നിന്നാലോ 11-ാം ഭാവാധിപൻ 5-ൽ നിന്നാലോ ഇലക്ഷനിൽ ജയിക്കാനും മന്ത്രിയാകാനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. പഞ്ചപുരുഷ മഹായോഗം ഉണ്ടായാൽ സംസ്ഥാനത്തിൻ്റെ മന്ത്രിസ്ഥാനം വഹിക്കാനും കേന്ദ്രമന്ത്രിയാകാനൊക്കെ ഒരു യോഗമുള്ളതായിട്ടാണ് കാണുന്നത്. അതുപോലെ ഇനി വിദ്യാർത്ഥികളുടെ കാര്യമാണ്. തൊഴിൽ പ്രശ്നങ്ങൾ കാര്യമാണ് ഈ പറയാൻ പോകുന്നത്. ജാതകത്തിൽ ഏതെങ്കിലും തൊഴിൽ ഒരു വ്യക്തി ജനിക്കുമ്പോൾ ആ വ്യക്തിയുടെ ജനനത്തിൽ തന്നെ ജാതകം പരിശോധിച്ചാൽ ഏത് തൊഴിൽ പഠിക്കണം, ഏത് വിദ്യ നേടണം, ഏത് കൈത്തൊഴിൽ പഠിക്കണമെന്നെല്ലാം വ്യക്തമായി അതിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. ജാതകം പരിശോധിച്ചാൽ അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്നാലേ ശരിക്കുള്ള തൊഴിൽ ഭാഗ്യം കിട്ടൂ. ഇതിലിപ്പോൾ ജാതകത്തിൽ പറഞ്ഞിട്ടുള്ള തൊഴിലുകൾ അത് പഠിക്കുകയാണെങ്കിൽ, ആ വിദ്യാഭ്യാസം നേടുകയാണെങ്കിൽ 100% ശോഭിക്കുന്നതാണ്. 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ ഉടനെ ജാതകം പരിശോധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. എന്താണ് എന്താണ് തൊഴിൽ, വിദ്യാഭ്യാസം, കൈത്തൊഴിൽ എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അത് കുട്ടിയുടെ ഇഷ്ടമനുസരിച്ച് കൂടി അത് ഓപ്ഷനാണ്, അത് തിരഞ്ഞെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരിക്കലും ആരുടെയും നിർബന്ധത്തിന് വഴങ്ങി ഒരു കോഴ്സും കുട്ടികളെ പഠിപ്പിക്കരുത്. കുട്ടിയുടെ ആശ അനുസരിച്ചിട്ട് വേണം മുൻതൂക്കം കൊടുക്കാൻ. അവൻ്റെ ഭാവി ഗുണമുള്ളതാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പല രീതിയിലും സമൃദ്ധി ഉണ്ടാകാം. അതായത് മേടക്കൂറിൻ്റെ ഫലങ്ങളാണ്. പല രീതിയിലും സമൃദ്ധി ഉണ്ടാകാം. അതുപോലെ ധാരാളം വസ്ത്രങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ സമ്മാനങ്ങളായി ലഭിക്കാം. സർക്കാർ ജോലിക്ക് വേണ്ടി കടമ്പകളെല്ലാം കഴിഞ്ഞിട്ട് നിയമന ഉത്തരവിന് കാത്തിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അത് ലഭിക്കാൻ സാധിക്കും. നിയമന ഉത്തരവ് ലഭിക്കാം. അതുപോലെ കോൺട്രാക്ടർമാർക്ക് അവർ കൊട്ടേഷൻ സമർപ്പിച്ചിട്ട് അത് ഓപ്പൺ ചെയ്യേണ്ട സമയം ആകാം, അവർക്ക് എഗ്രിമെൻ്റ് വയ്ക്കാനും സാധിക്കും. അതുപോലെ ദിവസ വേതന ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്കും അത് ലഭിക്കാം.
പ്രൈവറ്റ് മേഖലയിൽ ജോലിക്ക് കാത്തിരിക്കുന്നവർക്കും ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അലച്ചിലും ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടും. കാര്യം സാധിക്കുന്നതിലുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നവരാണ്. വീട് നിർമ്മാണം പൂർത്തീകരിച്ച് അതിൽ താമസിക്കാൻ സാധിക്കും, അത് പാലുകാച്ചി താമസിക്കാൻ സാധിക്കും. ധനനഷ്ടം അത് ഏത് വഴി കൂടിയാണെന്ന് കണ്ടുപിടിച്ച് അത് ഒഴിവാക്കാൻ സാധിക്കും. ശത്രുക്കളുടെ ഉപദ്രവം കുറയും. അംഗീകാരം ലഭിക്കും. അതായത് സ്റ്റാർട്ടപ്പ് മുതലായ സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള അതിൻ്റെ അംഗീകാരങ്ങളെല്ലാം ലഭിക്കും. അതുപോലെ തന്നെ മറ്റ് വ്യവസായ സ്ഥാപനങ്ങൾക്കും ലൈസൻസും അതിൻ്റെ ഒക്കെ ഉള്ള ഫുഡിൻ്റെ ഐറ്റംസ് ആണെങ്കിൽ അതിനെല്ലാം ലൈസൻസ് ലഭിക്കും. വിവാദങ്ങളിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്ന ഒരു മാസവും കൂടിയാണ്. അതുപോലെ പ്രതാപവും മറ്റ് ഐശ്വര്യങ്ങളും ലഭിക്കുന്ന ഒരു മാസമാണ്. നിക്ഷേപങ്ങൾക്ക് സമൃദ്ധി ലഭിക്കും. അത് ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിരുന്നാലും റിക്കറിംഗ് ഡിപ്പോസിറ്റ് ആയിരുന്നാലും മറ്റു സമ്പാദ്യ പദ്ധതികളായിരുന്നാലും അതിൽ നിന്നെല്ലാം മികച്ച ആദായം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരുവിധം ആഗ്രഹങ്ങളെല്ലാം സാധിക്കുന്ന ഒരു മാസവും കൂടിയാണ്. മേടക്കൂറുകാർക്ക് പൊതുവെ ഒരു നല്ലൊരു സമയമാണ് മീനമാസത്തിൽ വരുന്നത്. ഇനി ഓരോ നക്ഷത്രത്തിൻ്റെയും പ്രായമനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത്. അശ്വതി നക്ഷത്രക്കാർക്ക് 2.5 വയസ്സ് വരെ ചില അസുഖങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പോൾ 2.5 വയസ്സ് മുതൽ 20 വയസ്സ് വരെ ഉള്ളവർക്ക് വിദ്യാഭ്യാസം തടസ്സമില്ലാണ്ട് മുന്നോട്ട് പോകുന്നു. 20 വയസ്സ് മുതൽ 26 വയസ്സ് വരെ ഉള്ളവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ, ചെറിയ രീതിയിൽ അസുഖങ്ങളൊക്കെ വരാനൊരു സാധ്യതയുണ്ട്. അതുകൂടാതെ തന്നെ വിദേശവാസത്തിനും അവർക്ക് സാധ്യത കാണുന്നുണ്ട്. 26 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക് സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുന്ന ഒരു സമയമാണ്. പുതിയ വാഹനം, പുതിയ വീട്, അങ്ങനെ നല്ല ജോലി, ഇതെല്ലാം ലഭിക്കുന്ന ഒരു സമയമാണ്. അവർക്ക് സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുന്ന ഒരു സമയമാണ്. 26 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക് അതുപോലെ തന്നെ പുതിയ വാഹനം, പുതിയ വിവാഹം, സന്താന ഭാഗ്യം എല്ലാം അവർക്ക് ലഭിക്കും. പുതിയതായിട്ടുള്ള വാഹനം, വിവാഹം, സന്താന ഭാഗ്യം ഇതെല്ലാം അവർക്ക് ലഭിക്കുന്ന ഒരു നല്ലൊരു സമയമാണത്. 36 വയസ്സ് മുതൽ 43 വയസ്സ് വരെ ഉള്ളവർക്ക് ചില സർജറികൾ നടക്കാം. തീപ്പൊള്ളൽ ഒക്കെ ഏറ്റിട്ട് ഉള്ളൊരു സർജറി ആകാം കൂടുതലും കാണുന്നത്. അതുകൊണ്ട് തീപ്പൊള്ളൽ ഏൽക്കാണ്ട് വളരെ ശ്രദ്ധിക്കുക. അതുപോലെ കുറ്റകൃത്യങ്ങളിൽ ഏതിലെങ്കിലും അറിഞ്ഞോ അറിയാതെയോ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനും ചില നടപടിക്രമങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കുക. 43 വയസ്സ് മുതൽ 61 വയസ്സ് വരെ ഉള്ളവർക്ക് അച്ഛനമ്മമാരോ അല്ലെങ്കിൽ ഉറ്റ ബന്ധുക്കളോ ആർക്കെങ്കിലും കുറച്ച് അസുഖങ്ങൾ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. വാർദ്ധക്യ സഹജമായ അസുഖമാകാം. അവർക്ക് ചില ഒരു മരണപ്പെടാനും ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ കുറച്ച് ധനനഷ്ടം വരാം. നാട്ടിൽ വസിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. 61 വയസ്സ് മുതൽ 77 വയസ്സ് വരെ ഉള്ളവർക്ക് അവർക്ക് ചില പരിഹാസങ്ങൾ, ചെയ്യാത്ത കാര്യത്തിന് പഴി കേൾക്കേണ്ടതായിട്ട് വരാം. അതുപോലെ തന്നെ അവരുടെ ഇണയുടെ ദമ്പതിമാരിൽ ആരെങ്കിലും ഒരാൾക്ക് ഒരു വിരഹം വരാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. അടുത്ത ഭരണി നക്ഷത്രക്കാർക്കാണ്. അത് 15 വയസ്സ് വരെയുള്ള ഭരണി നക്ഷത്രക്കാർക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. ഗുണനിലവാരമുള്ള നല്ല വിദ്യാലയങ്ങളിൽ പഠിക്കുന്നതിനും അവർക്ക് കാണുന്നു. ചില ആരോഗ്യ പ്രശ്നം ചെറിയ രീതിയിൽ ഉണ്ടാവുമെങ്കിലും വലിയ രീതിയിൽ യാതൊരു പ്രശ്നവും അവർക്ക് ഉണ്ടാകുന്നില്ല. ചിത്രരചന, സംഗീതം, മറ്റു കലകൾ, അതായത് വാദ്യോപകരണങ്ങൾ, മറ്റു കലകളെല്ലാം അവർക്ക് പഠിക്കേണ്ട ഒരു സമയമാണ്. അതുപോലെ 15 വയസ്സ് മുതൽ 21 വയസ്സ് വരെ ഉള്ളവർക്ക് ചില ദുഃഖങ്ങൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. കുറച്ച് ധനനഷ്ടം വരാം. വിദേശവാസം കാണുന്നുണ്ട്. അപകടങ്ങൾ വരാതെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. 21 വയസ്സ് മുതൽ 31 വയസ്സ് വരെ ഉള്ളവർക്ക് പല ഗുണകരങ്ങളായ ഫലങ്ങളും ലഭിക്കുന്ന ഒരു സമയമാണ്. പ്രതീക്ഷിച്ചതിലും കൂടുതൽ ഒരു നല്ലൊരു വിദ്യാഭ്യാസം ലഭിക്കും. അതുപോലെ തന്നെ അതനുസരിച്ചിട്ട് അവർക്ക് നല്ല ഒരു തൊഴിൽ ലഭിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ കല മുതലായ ഇതിൽ സംഗീതത്തിലായിരുന്നാലും വാദ്യോപകരണങ്ങളിലായിരുന്നാലൊക്കെ അതിലും കൂടി ഒരു പ്രാവീണ്യം ഉള്ളതുകൊണ്ട് അതുവഴി അവർക്ക് ഒരു വരുമാനം അവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ അലർജി, ശ്വാസം മുട്ടൽ പോലുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടാക്കുമെന്നല്ലാണ്ട് വലിയ പ്രയാസങ്ങളൊന്നും കാണുന്നില്ല. 31 വയസ്സ് മുതൽ 38 വയസ്സ് വരെ ഉള്ളവർക്ക് ചെറിയൊരു സർജറിയുടെ ആവശ്യമുണ്ട്. അത് തീപ്പൊള്ളൽ ഏക്കാണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അശ്രദ്ധ കാണിച്ചാൽ ചില കൂട്ടുകെട്ടുകളും അതൊക്കെ മോശമായിരുന്നാൽ അവർക്ക് ജയിൽ കോടതി നടപടിയൊക്കെ ഉണ്ടാവേണ്ട ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. വിദേശത്ത് ഉള്ള ജോലിയുള്ളവർ ആ ജോലിയിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ അതൊക്കെ നിങ്ങൾ തന്നെ അതിൻ്റെ കാരണങ്ങളൊക്കെ കണ്ടുപിടിച്ച് എങ്ങനെയെങ്കിലും അത് പരിഹരിക്കാൻ നോക്കുക. 38 വയസ്സ് മുതൽ 56 വയസ്സ് വരെ ഉള്ളവർക്ക് മരണഭയം, അതായത് അവർക്ക്
ചിലപ്പോൾ ചെറിയ ഒരു മോശപ്പെട്ട ഒരു സമയത്തിൻ്റെ ഒരു കാര്യമാണ്. അവർക്കൊരു ഭയം ഉണ്ടാവും, എന്തും ഏതിനെയും മരിച്ചു പോകുമോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെയുള്ള ഒരു ഭയം, അപകടകരമായ ഒരു ഭയം അവർക്കുണ്ടാകും. നൈരാശ്യമുണ്ടാകാം. അതുപോലെ ബുദ്ധി ഇല്ലായ്മ രീതിയിൽ പ്രവർത്തിക്കാം. കാര്യം അത് ഒന്നും ചിന്തിക്കാതെ തന്നെ എന്താ ഏതിനുമൊക്കെ എടുത്തു ചാടും. അതുപോലെ തന്നെ വിഷബാധ ഏൽക്കേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. അത് നായ്ക്കളിൽ നിന്നാകാം, മൃഗങ്ങളിൽ നിന്നാകാം, മറ്റുള്ള വസ്തുക്കളിൽ നിന്നും ഒക്കെ ഒരു വിഷബാധ ഏൽക്കാൻ സാധ്യതയുണ്ട്. വ്യാപാരം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ അതിൽ ശ്രദ്ധിക്കാൻ പറ്റാത്തത് കൊണ്ട് കുറച്ച് നഷ്ടം വരേണ്ട സാധ്യതയുണ്ട് ഈ സമയത്ത്. അതുപോലെ ഇണയോട് നീതി പുലർത്താനും പറ്റാത്ത ഒരു സാഹചര്യം വന്നേക്കാം. 56 വയസ്സ് മുതൽ 72 വയസ്സ് വരെയുള്ളവർക്ക് ഇത്രയും കാലം അനുഭവിച്ച ദുരിതങ്ങൾക്ക് ശാന്തിയും എല്ലാവരുമായി ഒത്തുകൂടി കുടുംബത്തിൽ സമാധാനം നിലനിർത്താനും സാധിക്കുന്നു. ഒരു ആത്മീയതയിലേക്ക് തിരിയാനും സാധിക്കുന്നു. 72 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് സമയം വളരെ മോശമാണ്. അവർക്ക് ഇണയുടെ വേർപാട് അവർക്ക് വളരെ ദുഃഖം ഉണ്ടാക്കാം. ചെറിയ രീതിയിൽ അപവാദങ്ങൾ കേൾക്കുന്നതിനും സാധ്യതയുണ്ട്. ഇനി അടുത്ത കാർത്തിക നക്ഷത്രക്കാരുടെ കാര്യമാണ് പറയുന്നത്. 10 വയസ്സ് വരെയുള്ള കാർത്തിക നക്ഷത്രക്കാർക്ക് ശാരീരിക സുഖം അവർക്ക് ലഭിക്കുന്നതാണ്. സ്വർണം, വെള്ളി മുതലായ ലോഹങ്ങൾ അവർക്ക് ആഭരണങ്ങളായിട്ട് ലഭിക്കാം. 10 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ളവർക്ക് സർജറി നടക്കേണ്ട ഒരു ചെറിയൊരു സർജറി അവർക്ക് നടക്കാം. അതുപോലെ തന്നെ അവർ കൂട്ടുകെട്ട് മോശമാണെങ്കിൽ അവർക്ക് ചില ദുർനടപടികൾ നിമിത്തം പോലീസ് കേസും എല്ലാം ഉണ്ടാവേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. ശ്രദ്ധിക്കുക. 17 വയസ്സ് മുതൽ 35 വയസ്സ് വരെ ഉള്ളവർക്ക് ചില ആപത്തുകൾ വരുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. ധനനാശം കാണുന്നു. ഉറ്റ ബന്ധുക്കൾക്ക് ആർക്കെങ്കിലും മരണപ്പെടേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ കാര്യത്തിനും സഹായിച്ച് നിങ്ങളുടെ ഒരു സ്പോൺസർ എന്ന് പറയുന്ന ഒരാളായിരിക്കും അത്. മനപ്രയാസം ഉണ്ടാകാം. ഒരു പക്ഷേ നിങ്ങൾക്ക് കൂടുതൽ നൈരാശ്യം, ബുദ്ധിക്കൊക്കെ കുറച്ച് പ്രശ്നം വരാൻ, ഡിപ്രഷൻ വരാനൊക്കെ സാധ്യതയുണ്ട്. ഈ സമയത്ത് യാതൊരു കാരണവശാലും മദ്യവും മയക്കുമരുന്ന് ഉപയോഗിക്കരുത്. 35 വയസ്സ് മുതൽ 51 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതുവരെ അവർക്ക് നഷ്ടമായ പലതും നഷ്ടമായി, ധനനഷ്ടം ഉണ്ടാകാം. അതുപോലെ മാനസിക പ്രയാസമുണ്ട്. ഇതെല്ലാം അവർക്ക് മാറുന്നൊരു സമയമാണ്. ധനവും ഐശ്വര്യങ്ങളും മനസമാധാനവും അവർക്ക് ലഭിക്കുന്നു. ആത്മീയതയിലേക്കും കൂടി തിരിയുന്നത് കൊണ്ട് അവർക്ക് ഏറ്റവും കൂടുതൽ മനസമാധാനം ലഭിക്കുകയും ജോലിയിലെ തടസ്സങ്ങളെല്ലാം മാറുകയും ചെയ്യുന്നു. 51 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഉള്ളവർക്ക് സൂക്ഷിച്ചില്ലെങ്കിൽ ചില അപവാദങ്ങൾ കേൾക്കാം. അതുപോലെ ചെയ്യാത്ത കാര്യങ്ങൾക്ക് പഴി കേൾക്കേണ്ടതായിട്ട് വരുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ദമ്പതിമാർ ആരെങ്കിലും ഒരു വിരഹം വരുന്നതിനൊരു സാധ്യതയുണ്ട്. അതിനുള്ളൊരു ദുഃഖമുണ്ടാകാം. അന്യനാട്ടിൽ നിർബന്ധപൂർവ്വം മക്കൾ ആരെങ്കിലും നിങ്ങൾ ഇനി ഒറ്റയ്ക്ക് താമസിക്കേണ്ട എന്നും പറഞ്ഞ് അവർ ഏത് നാട്ടിലാണോ ജോലി ചെയ്യുന്നത് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. വാദം പോലുള്ള ചെറിയ അസുഖങ്ങളുണ്ടാകാം. 71 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് വിചാരിക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടും. തീർച്ചയായിട്ടും അവർക്കൊരു നല്ല സമയമാണ്. അതിസാരം വരാതെ ശ്രദ്ധിക്കുക. ഇത് വയറിന് ഉള്ള ദോഷങ്ങൾ, ദഹന പ്രശ്നങ്ങളും വയറിൻ്റെ പ്രശ്നങ്ങളൊന്നും വരാതെ വളരെ ശ്രദ്ധിക്കുക. ധനവും ധാന്യങ്ങളും ലഭ്യമാകും. എന്നാലും ചിലർക്ക് ശരീരത്തിന് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം വാർദ്ധക്യ സഹജമായി. ഇതിപ്പോൾ ഇവിടെ ഞാൻ വിവരിച്ചതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. ജ്യോതിഷപരമായി കൃത്യമായ ഫലങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാകുന്നു. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായോ വാസ്തുപരമായോ പൂജാപരമായോ മുഹൂർത്തപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ